അങ്ങനെ ഈ ആഴ്ചത്തെ ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണിപ്പോൾ. കഴിഞ്ഞ ആഴ്ച ഫാമിലി വീക്ക് ആയതുകൊണ്ട് ജയിൽ നോമിനേഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ ജയിൽ നോമിനേഷൻ കഴിഞ്ഞപ്പോൾ നന്ദനയ്ക്ക് കിട്ടിയിരിക്കുന്നത് 2 വോട്ടുകളാണ്. അത് കഴിഞ്ഞ് നിൽക്കുന്നത് അൻസിബയാണ്. അൻസിബയ്ക്ക് 4 വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത്. പിന്നീട് മെയിനായിട്ട് വന്ന 3 പേര്, ഒന്ന് നോറ, രണ്ടാമത്തേത് അഭിഷേക്, മൂന്നാമത് ശ്രീതുവാണ് വന്നിരിക്കുന്നത്. അതിൽ ശ്രീതുവിനും അഭിഷേകിനും തുല്യ വോട്ടുകളാണ്. അവർക്ക് 2 പേർക്കും 5 വോട്ടുകൾ വീതമാണ് ലഭിച്ചിരിക്കുന്നത്. 8 വോട്ടുകളുമായി നോറയാണ് ഇപ്പോൾ ഒന്നാമത് നിൽക്കുന്നത്. ഇന്നലത്തെ മോർണിംഗ് ടാസ്കിൽ അൻസിബ പറഞ്ഞതുപോലെ നോറ ഇപ്പോൾ ഫാമിലി കാർഡ് യൂസ് ചെയ്യുകയാണ് എന്നതാണ് നോമിനേറ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ. അതുപോലെ തന്നെ പഴയതുപോലെ നോറ ആക്റ്റീവ് അല്ല എന്നീ റീസണുകൾ കൊണ്ടാണ് നോറയെ നോമിനേറ്റ് ചെയ്തത്. പിന്നീട് വന്നത് ശ്രീതുവാണ്. ശ്രീതു ഇൻവിസിബിൾ ആണെന്നും അത്രയ്ക്ക് ആക്റ്റീവ് അല്ല എന്നും പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല എന്നീ റീസണുകൾ കൊണ്ട് ശ്രീതുവിന് 5 വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത്. ഈ സെയിം റീസണുകളാണ് അഭിഷേകിനും. അഭിഷേക് ഇൻവിസിബിൾ ആണ്, ആക്റ്റീവ് അല്ല എന്നീ റീസണുകൾ കൊണ്ട് 5 വോട്ടുകളാണ് അഭിഷേകിന് ലഭിച്ചിരുന്നത്. ഇരുവർക്കും തുല്യ വോട്ടുകൾ ലഭിച്ചതുകൊണ്ട് തന്നെ ജയിലിൽ ആര് പോകണമെന്ന് 2 പേരും പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ ബിഗ് ബോസ് ആവശ്യപ്പെട്ടു. ചർച്ചയിൽ അഭിഷേക് നല്ല രീതിയിൽ ഫയർ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നീണ്ട നേരത്തെ ചർച്ചകൾക്കൊടുവിൽ നോറയും അഭിഷേകുമാണ് ഈ ആഴ്ചയിൽ ജയിലിലോട്ട് പോകേണ്ടത്. ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം.